ലഹരിക്കെതിരെ സമൂഹം നല്ല ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ട് ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിന സജീവൻ. വയനാട് കൽപ്പറ്റയിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ എക്സൈസും ആരോഗ്യവകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ സംവാദ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സെറ്റാകാം ബ്രോ ജീവിതത്തോടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. എനിക്കും എൻ്റെ ചുറ്റുപാടും ഒരുപാട് ലഹരി ഉപയോഗിക്കാനുള്ള അവസരങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു എവിടെ എത്തിച്ചേരണം എന്നുള്ളത്. ഞാൻ കാരണം എൻ്റെ കുടുംബത്തിനോ മറ്റൊരാൾക്കോ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊരു പ്രതിജ്ഞ എനിക്കുണ്ടായിരുന്നു. സോ നമ്മളെ സംരക്ഷിക്കേണ്ട കടമ നമുക്ക് തന്നെയാണ്. സോ ആരൊക്കെ നമ്മളെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ അതിലേക്ക് കടത്താൻ ശ്രമിച്ചാലും നമ്മളുടെ നോ കൊണ്ട് അത് വേണ്ടാന്ന് പറയാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. സമൂഹത്തിന് മാതൃകയാവുന്നതും ഓരോരുത്തർക്കും താല്പര്യവുമുള്ള നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ലഹരി ആസക്തി മറികടക്കാമെന്ന് സച്ചിന സജീവൻ വ്യക്തമാക്കി. ഇതേപോലെ ഏതെങ്കിലും കായിക മേഖല മാത്രം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള മേഖലകളുണ്ടെങ്കിൽ അതിൽ നമ്മൾ എൻഗേജ് ആയി നിന്നാൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകും. ഈ ഇരിക്കുന്ന ഓരോരുത്തർ, ഇത് കേൾക്കുന്ന ഓരോരുത്തർ നോ പറഞ്ഞു തുടങ്ങിയാൽ ഇത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ഷാജൻ ജോസ് മോഡറേറ്ററായി. പനമരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ആശയവുമായി നൃത്ത പരിപാടിയും അവതരിപ്പിച്ചു. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KR ദീപ, കൽപ്പറ്റ ജനറൽ ആശുപത്രി സൈക്കാട്രി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ KR ഹരീഷ് കൃഷ്ണൻ, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഓഫീസർ KM മുസ്തഫ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ T ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, വയനാട്.